ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ കൺമഷി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ കൺമഷി നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായി ചെയ്യാൻ പറ്റിയതാണ്. അതുകൊണ്ട് മുതിർന്നവർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്കായാലും ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺമഷി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആവശ്യമുള്ള ഇതുപോലുള്ളൊരു വെള്ള കോട്ടൻ്റെ തുണിയാണ്. ഇത് നന്നായിട്ട് അലക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള തുണിയായിരിക്കണം എടുക്കേണ്ടത്. നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം എടുക്കേണ്ടത്. ഞാൻ ഇത് പഴയ ഒരു സെറ്റ് മുണ്ടിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കസവൊക്കെ ഒഴിവാക്കി വെള്ള തുണി മാത്രം എടുക്കണം. ഇനി നമുക്ക് കുറച്ച് തുളസി ആവശ്യമുണ്ട്. ഏത് തുളസി ആയാലും എടുക്കുക, കൃഷ്ണ തുളസി ആയാലും എടുക്കുക, പച്ച തുളസി ആയാലും എടുക്കുക. ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താട്ടോ എടുക്കുന്നുള്ളത്. ഞാൻ ഏകദേശം ഒരു പിടി തുളസി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ 2 തുളസിയും കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുക്കണം. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുക്കാം. ഇത് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. കഴുകിയ സമയത്ത് അതിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ, അത് തന്നെ മതിയാവും. കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പനിക്കൂർക്കയും കൂടി ആഡ് ചെയ്യാം. പനിക്കൂർക്കയുടെ 1-2 ഇല കൂടി ആഡ് ചെയ്താൽ മതി. ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെയും ചാറെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. ഞാൻ മുമ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പനിക്കൂർക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുളസി മാത്രം ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം പറയാൻ മറന്നൊരു കാര്യമുണ്ട്. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ, എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞേക്കാം. നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് വൃത്തിയിൽ സോപ്പിട്ട് 2 കൈയും കഴുകണം. എന്നിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ തുണി ഇതിൽ ഫുള്ളായിട്ട് മുക്കിയെടുക്കണം. ഇതൊന്നിങ്ങനെ അമർത്തി പിഴിഞ്ഞു കൊടുത്താൽ ഈ തുണിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കിട്ടും. ഇനി നമുക്കിത് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി ഇടാം. ഇത് നമ്മൾ ഡയറക്റ്റ് അഴയിലിടാണ്ട് ഇതുപോലെ 2 സേഫ്റ്റി പിന്ന് വെച്ച് 2 സൈഡിലും കുത്തി വെക്കാം. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്കെടുക്കാം. തുളസിയുടെ കറ കാരണം നമ്മളെ കയ്യിന് കുറച്ച് നേരത്തേക്ക് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഉള്ളത്. ഇനി തുണി ഉണങ്ങിയോ നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി കുറച്ച് ടാസ്ക് പിടിച്ചതാണ്. ഈ തുണി നമുക്കിനി വിളക്കിലിടുന്ന തിരിയില്ലേ, അതുപോലെ തിരിച്ചെടുക്കണം. ഇത് കുറച്ച് വലിയ തുണി ആയതുകൊണ്ട് കുറച്ച് അധികം പാടുപെടേണ്ടി വരും. 2 സൈഡിലും ആദ്യം ചെയ്ത് പിന്നെ സെൻറ്ററിൽ ചെയ്ത് അങ്ങനെ ഒരുപോലെ തിരിച്ചെടുക്കാം. ആദ്യം സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായി തോന്നൽ. ലാസ്റ്റ് നമുക്ക് നന്നായി തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് പറ്റുന്നത്ര മാക്സിമം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ലൂസായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കത്തിത്തീരും. ഇനി നമുക്ക് വേണ്ടി ഇതുപോലൊരു വിളക്കാണ്. ഇത് നിലവിളക്കിൻ്റെ മുകളിലെ ഭാഗം ഊരിയെടുത്തതാട്ടോ. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങൂലേ നല്ലെണ്ണ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തിരിച്ച് വെച്ച തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗവും എണ്ണയാവുന്ന പോലെ മുക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ വിളക്ക് അധികം കാറ്റൊന്നും കടക്കാത്ത ഒരു റൂമിലായിരിക്കണം കൊണ്ടുവെക്കേണ്ടത്. വിളക്കിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഓരോ ഇഷ്ടിക ചെരിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. ഈ ഒരു പ്ലേറ്റിലായിരിക്കും നമ്മുടെ കൺമഷി കളക്ട് ചെയ്ത് കിട്ടുന്നത്. ഇനി നമുക്ക് വിളക്ക് കത്തിച്ചു കൊടുക്കാം. ഇത് നന്നായി കത്തി കിട്ടാൻ വേണ്ടിയാണ് വായുസഞ്ചാരം ഇല്ലാത്ത റൂമിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത്. അധികം കാറ്റുണ്ടെങ്കിൽ ഇതിൻ്റെ നാളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അത് നമുക്ക് കിട്ടുന്ന കൺമഷിയുടെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് കാറ്റില്ലാത്ത സ്ഥലത്ത് വെക്കാൻ പറഞ്ഞത്. വിളക്ക് കത്തിച്ച ശേഷം നമ്മൾ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ തിരി ഇങ്ങനെ ഒരുപാട് കത്തിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. തിരി താഴോട്ടായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലേക്ക് ആക്കി കൊടുക്കണം. ഇനി ഇത് ഫുള്ള് കത്തിത്തീരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ തിരി ഫുള്ളായിട്ട് കത്തി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ തന്നെ കാണാം പ്ലേറ്റിലും വിളക്കിലൊക്കെ കുറേ കരി വന്ന് കിടക്കുന്നത്. തിരി കെട്ട ശേഷം ഉടനെ ഈ പ്ലേറ്റ് എടുക്കരുത്, നല്ല ചൂടായിരിക്കും. നന്നായിട്ട് ഇത് തണുത്ത ശേഷം മാത്രം നമ്മളിങ്ങനെ പ്ലേറ്റ് എടുക്കുക. കണ്ടോ, ഇതിൽ മുഴുവൻ ആ കരിയെല്ലാം കളക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കരി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഒരു പേപ്പർ 4ആയി മടക്കിയിട്ട് അപ്പോൾ കുറച്ചൊരു കട്ടി കിട്ടും. ആ ഒരു സാധനം വെച്ച് നമുക്കിതിങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പേപ്പർ കൊണ്ട് എടുക്കുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിലുള്ള ഫുള്ള് കരി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സ്പൂണൊക്കെ ആണെങ്കിൽ അത്രയും നമുക്ക് കിട്ടൂല. ഇതിൽ കണ്ടില്ലേ എത്രത്തോളം കരിയാണ് ഇതിൽ കളക്റ്റായി കിടക്കുന്നതുണ്ടോ.
ഇത്രയും സാധനം ഉപയോഗിച്ച് തന്നെ നമുക്ക് കൺമഷി ഒരു 1-2 വർഷമൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. അത്രയും സാധനം ഉണ്ടായിരിക്കും ഇതിൽ. നമുക്കിത് കുറച്ച് എടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സ്റ്റെയിനായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടച്ചു വെക്കാൻ പറ്റുന്ന ഏതൊരു പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഈ പേപ്പർ കൊണ്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാറ്റില്ലാത്ത സ്ഥലത്ത് വെച്ച് വേണം കേട്ടോ ഇതിടാൻ, ഇല്ലെങ്കിൽ മൊത്തം പറന്നു പോകും. നമ്മളെ കൺമഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന് പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കാം, ഒന്ന് അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൺമഷിയില്ലേ അതുപോലെ ഉപയോഗിക്കാം. ഞാൻ 2 രീതിയിലും കാണിച്ചു തരാം. പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കാം. നമ്മൾ ഇതിന്ന് പൊടിയെടുക്കുക, പിന്നെ ഇതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. ഇപ്പോൾ പൊടിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ കൺമഷി പോലെ എഴുതാൻ വേണ്ടി നമുക്ക് ഒരു തുള്ളി നെയ്യ് ആവശ്യമുണ്ട്. ഒരു തുള്ളി നെയ്യ് എടുക്കുക, ഇതിലേക്ക് കുറച്ചൊന്ന് ചാലിച്ചു കൊടുക്കുക. നെയ്യും കൺമഷിയുടെ പൊടിയും കൂടി രണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കൺമഷി പോലെ എടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് അല്ലാണ്ട് കണ്ണിൽ നീറ്റലോ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാൻ മോനും കൂടി എഴുതി കാണിച്ചു തരാം. നമ്മൾ കുട്ടികൾക്ക് എഴുതി കൊടുക്കുമ്പോൾ കയ്യിലെടുത്തിട്ട് 2 കയ്യിലും ജസ്റ്റ് ഒന്ന് ആക്കുക. എന്തെങ്കിലും കണ്ണിൽ പൊടിയൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എഴുതി കൊടുക്കാം. കണ്ണു തുറക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു സംഭവം അല്ലേ. പിന്നെ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ബൈ.